Hello dears, എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബദാം മിൽക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ബദാം മിൽക്ക് എന്ന് പറയുന്ന കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്കിത് കുടിക്കാനായിട്ട് പുറത്തു പോകേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് റെസിപ്പി കാണുന്നതിന് മുൻപ് പെട്ടെന്നൊന്ന് ആൽമണ്ട്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അത് ഹെൽത്തി വെയ്റ്റ് ഗെയിനിങ്ങിന് മാത്രമല്ല, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല എല്ലിന് ബലം ഉണ്ടാവാനും അതുപോലെ പല്ല് നന്നായി വളരാനും അതായത് ബോൺ ഡെവലപ്മെൻറ്റും ടീത്ത് ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. കാരണം അതിനകത്ത് ധാരാളം കാൽഷ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലത്തുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരില്ല. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളത് കാരണം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അങ്ങനെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബദാം അല്ലെങ്കിൽ ആൽമണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ ഡയറ്റിൽ നമ്മൾ ഏതാണ്ട് 10 മാസം തൊട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ്. പക്ഷേ നമ്മൾ ഈ ബദാം മിൽക്കായിട്ട് കൊടുക്കുന്നത് 1 വയസ്സ് കഴിഞ്ഞ് മാത്രമാണ്. അതിൻ്റെ കാരണം നമ്മൾ 1 വയസ്സ് കഴിഞ്ഞാണ് പശുവിൻ പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പശുവിൻ പാലിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വയസ്സ് കഴിഞ്ഞ് മാത്രമേ ഇത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമല്ല, വളർന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ടോഡ്ലർ സ്റ്റേജിലായാലും സ്കൂൾ ഗോയിങ് കിഡ്സ് ആയാലും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് അല്പം ആൽമണ്ട്സ് ആണ്. ഞാനിവിടെ ഒരു 12 തൊട്ട് 13 ആൽമണ്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് മോൾക്ക് മാത്രമല്ല, മോൾക്ക് ഇപ്പോൾ 2.5 വയസ്സായി. മോൾക്ക് മാത്രമല്ല ഞങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ കുടിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമാണെങ്കിൽ കുറച്ച് ആൽമണ്ട്സ് എടുത്താൽ മതി. അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്പർ ഓഫ് ആൽമണ്ട്സ് ചൂസ് ചെയ്യുക. അതെടുത്ത ശേഷം നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻ കേസ് നിങ്ങൾ വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ സോക്ക് ചെയ്യാൻ വെച്ചാലും മതിയാവും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് പീൽ ചെയ്തെടുക്കാം. ഇനി ഈ തൊലി കളഞ്ഞ ആൽമണ്ട്സ് നമുക്ക് ബ്ലെൻഡർ ജാറിലോട്ട് മാറ്റി അല്പം പാലും കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. മിക്സിയിലായാലും നമുക്ക് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളിത് എല്ലാവരും കുടിക്കാറുണ്ട് വീട്ടിൽ. അതുകൊണ്ടാണ് 2 കപ്പ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തയ്യാറാക്കുക. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇളക്കാതിരിക്കുകയാണെങ്കിൽ പാട ഫോം ചെയ്യും. പാട ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ടെക്സ്ചറൊക്കെ മാറും. അപ്പോൾ ആ കുടിക്കുമ്പം പാട ഇടയിൽ കിട്ടുകയാണെങ്കിൽ കുട്ടികൾ കുടിക്കാനായിട്ട് മടി കാണിക്കും. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ പനങ്കർക്കണ്ടാണ് ചേർക്കുന്നത്. പനങ്കർക്കണ്ട് പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചേർക്കാം. പിന്നെ മാത്രമല്ല, പനങ്കർക്കണ്ട് പൊടിച്ചോ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പനങ്കർക്കണ്ട് ക്രിസ്റ്റൽസ് തന്നെ എടുത്ത് അത് അല്പം വെള്ളത്തിൽ അരിച്ചെടുത്ത് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്ന ഒരു നുള്ള് ടേമറിക്കാണ്, അതായത് മഞ്ഞൾപ്പൊടി. അത് ചേർക്കാൻ പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറയാം. പിന്നെ ടേമറിക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നുള്ള് മാത്രം ചേർക്കുക. കൂടി പോവുകയാണെങ്കിൽ ഈ ബദാം മിൽക്കിന് ടേമറിക്കിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ചേർക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വലിയ കുട്ടികളായി കഴിയുമ്പോഴത്തേക്ക് 1 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ബദാം മിൽക്കാണെന്നും പറഞ്ഞ് വൈറ്റ് കളറിലുള്ള കൊടുത്താൽ അവർ പറയും പുറത്തുനിന്ന് കുടിക്കുന്നതൊക്കെ മഞ്ഞ കളറിലെ, അപ്പോൾ എനിക്ക് അത് മതി എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്തെ റീസൺ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ ടേമറിക് എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അത് ചേർത്ത് പല്ല് ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ടും ഇതേ റെസിപ്പി തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ച ബദാമിൻ്റെ പേസ്റ്റാണ്. അതും ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ഡിസൈഡ് കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങും. ഓഫ് ചെയ്ത ശേഷം നമുക്കിത് 2 രീതിയിൽ സെർവ് ചെയ്യാം. ഒന്ന് ചൂടോടുകൂടി കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കുടിക്കാം. മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ പലർക്കും ഇത് ചൂടോടുകൂടി കുടിക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരു ഡ്രിങ്കാണ്, അങ്ങനെ കുടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ പലപ്പോഴും അവർക്ക് തണുത്ത ബദാം മിൽക്കിനോടായിരിക്കും താല്പര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് തണുപ്പിച്ച് കൊടുക്കുക.
അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബദാം മിൽക്ക് തയ്യാറായി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.